ഇത് സത്യാമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തു മാറ്റിയതാവാനാണ് വഴി. പോലീസ് കേസ് ആവുമെന്ന് മനസ്സിലാക്കിയപ്പോ കുറച്ച് കാശും കൂടി ഒപ്പിച്ചോണ്ട് വന്ന് തിരിച്ചു കൊടുത്തതാവും. ഇല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കണ്ടേ? ആരാ അത് പറഞ്ഞത്? ആരാണെങ്കിലും സത്യാമ്മയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. പാവപ്പെട്ട പെൺകുട്ടികളുടെ 1 or 2 കല്യാണമല്ല സത്യാമ്മ നടത്തിയിരിക്കുന്നത്. ഒരുപാട് സമൂഹ വിവാഹങ്ങൾ നടത്തി ഒരുപാട് പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാ സത്യാമ്മ. എല്ലാവർക്കും സ്വർണം വാരിക്കോരി കൊടുത്ത് ദാനം ചെയ്ത ചരിത്രമേ സത്യാമ്മയ്ക്കുള്ളൂ. അല്ലാതെ ആരെടുത്തൊന്നും തിരിച്ചു വാങ്ങിച്ച ചരിത്രമില്ല. ഈ ക്ഷേത്രത്തിൽ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ എത്രയെത്ര വിവാഹങ്ങൾ നടത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയൊരു തെറ്റിന് നഷ്ടപരിഹാരം എന്ന നിലയിൽ 10 ലക്ഷം രൂപ ആര് കൊടുക്കും? ഒരു പെൺകുട്ടിയെ കതിർ മണ്ഡപത്തിൽ കയറ്റി നിർത്തിയിട്ട് സ്വർണ്ണം ഇല്ലാന്നുള്ള ഒറ്റ കാരണത്താൽ ആ പെൺകുട്ടിയുടെ കണ്ണീര് കാണാതെ നിങ്ങൾ നിങ്ങളുടെ മകനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയില്ലേ? നിങ്ങളുടെ മകൾക്കോ കൊച്ചുമകൾക്കോ ആണ് ഈ ഗതി വന്നതെങ്കിലോ നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും? ഈ അച്ഛന്റെ കരച്ചിലോ ഈ പെൺകുട്ടിയുടെ കരച്ചിലോ കാണാൻ നിങ്ങൾക്കോ നിങ്ങളുടെ മകനോ കഴിഞ്ഞില്ലല്ലോ. നീ ഒരു ചെറുപ്പക്കാരനല്ലേടാ. അമ്മയെ അനുസരിക്കണ്ട എന്നല്ല, അമ്മ പറയുന്ന തെറ്റുകൾക്ക് ശരി പറഞ്ഞുകൊണ്ട് അമ്മയെ സപ്പോർട്ട് ചെയ്യുമ്പോ വലിയ വലിയ തെറ്റുകളിലേക്ക് അമ്മയെ പറഞ്ഞു വിടുക നീ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീധനം വാങ്ങിയ ഞാൻ എന്റെ മകനെ കൊണ്ട് കെട്ടിക്കൂ. ഞാൻ ഒരുപാട് കാശ് ഇവന് വേണ്ടി മുടക്കിയതാ. എങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു പറയുന്നു, സ്ത്രീധനം ആവശ്യപ്പെട്ടതിന് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുമെന്ന്. എന്താ, ഞാൻ പോലീസിനെ വിളിക്കണോ? സ്ത്രീധനം ആവശ്യപ്പെടുന്നതും വാങ്ങിക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്ന് മകൻ തന്നെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഇല്ലെങ്കിൽ പോലീസുകാര് മനസ്സിലാക്കി കൊടുത്തോളൂ. എന്താ വേണ്ടേ? ഒന്നും വേണ്ട, എനിക്ക് കല്യാണത്തിന് പൂർണ്ണ സമ്മതോ. സ്വർണവും കിട്ടും, 10 ലക്ഷം രൂപയും കിട്ടും. അമ്മ ഇന്ന് താളത്തിൽ നിന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അച്ഛാ, എതിർത്തൊന്നും പറയരുത്. ഞാൻ സമ്മതം പറയാൻ പോകും. നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യ്. ജയശ്രീ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. എന്നാ പിന്നെ താമസിപ്പിക്കണ്ട. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് താലികെട്ട് നടക്കട്ടെ. തിരുവേനി പൂജ തുടങ്ങിക്കോളൂ. മോനെ, നീ അങ്ങോട്ടിരിക്കുക.